ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും അഖിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ കൂടെയുള്ള ആൾ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. വിജയ് ഉണ്ട്. വിജയ് മാത്രമല്ല, ഫാമിലി ഫുള്ളുണ്ട്. പിന്നെ നമ്മൾ വന്നിട്ട് ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെങ്കാശിയിലാണ്. നമ്മുടെ സ്ഥിരം സ്പോട്ടായ നമ്മുടെ പ്രിയപ്പെട്ട യാത്രാ സൈഡായ തെങ്കാശിയിലാണുള്ളത്. തെങ്കാശിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഓൾറെഡി നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പാറ കാണാനാണ് വന്നിട്ടുള്ളത്. പാറ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും പഴയ വീഡിയോസ് പഴയ വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായി കാണും. അന്യൻ സിനിമയിൽ നമ്മൾ ആ പാട്ടിൽ കണ്ട ഇവിടെ പെയിൻ്റൊക്കെ ചെയ്തിട്ടുള്ളൊരു പാറയില്ല, അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് മുമ്പ് വന്നപ്പോഴത്തേന് അതിൻ്റെ പെയിൻ്റെല്ലാം പോയിട്ട് ഏകദേശം 2005 സിനിമ റിലീസാവുന്നത്. അപ്പോൾ ഏകദേശം 2004 ആയിരിക്കും ഈ പടം വരച്ച് ഇവിടെ ഷൂട്ടിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇത്രയും വർഷമായിട്ടും ഫുള്ള് മങ്ങിപ്പോകാതെ, പെയിൻറ്റ് പോകാതെ അതിൻ്റെ കുറച്ച് അംശങ്ങളൊക്കെ ആ പാറയിലുണ്ടായിരുന്നു. അതാണ് നമ്മൾ ലാസ്റ്റ് ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് ആ പടങ്ങളെല്ലാം വീണ്ടും ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്ത് ക്ലിയറാക്കി. എനിക്കൊന്ന് പുതിയ ഫോട്ടോസാണെന്ന് തോന്നുന്നു വരയ്ക്കുന്നത്. ഏതോ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അറിവ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ കാണാൻ വന്നത്. നമ്മൾ അങ്ങോട്ട് കയറിയിട്ടില്ല, നമ്മൾ ആ റോഡിലാണുള്ളത്. രാവിലെ ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് രാവിലെ നല്ല ഇരുട്ടായതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ വീഡിയോസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും നമ്മൾ ഇന്ന് വീണ്ടും നേരത്തെ കണ്ടിട്ടുള്ള ആ പാറയിലേക്ക് കയറി പുതിയ ദൃശ്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. നമ്മളിപ്പോൾ ഉള്ളത് അന്യൻ പാറയുടെ തൊട്ടടുത്താണ്. അതായത് അവിടെ കാണുന്നതാണ് പാറ. നമ്മളിതുവഴി നടന്ന് അങ്ങ് മുകളിലോട്ട് കയറിയിട്ട് അവിടെയാണ് പോകേണ്ടത്. ആ സൈഡിലേക്കാണ് ഈ പടം വരച്ചിരിക്കുന്ന ഭാഗമെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഞാനും വൈഫും മോനും കൂടെ വിജയ് വീട്ടിൽ പോയിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് വിജയ് കാറിലാണ് വന്നത്. വിജയ് വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം 1 വർഷം അടുപ്പിച്ചാവുന്നു ആ വണ്ടി എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ആ കാറിലുള്ള ആദ്യത്തെ ട്രിപ്പാണ്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് എത്തിയാണ്. ഇവിടെ ഈ പാറയിൽ പഴയ പെയിൻറ്റിങ്ങിൻ്റെ പുറത്തൂടെ പുതുതായിട്ട് വീണ്ടും ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ആക്കുന്നു എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ, ഒരു റീല് നമ്മൾ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. അപ്പോൾ വന്നപ്പോഴത്തേന് ഇവിടെ പെയിൻറ്റിങ് ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിലിറങ്ങി കാപ്പിയൊക്കെ കുടിച്ചായിരുന്നു. നമ്മൾ ഈ കേരള തമിഴ്നാട് ബോർഡർ കഴിയുമ്പോൾ തന്നെ ഒരു RTOയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കടയുണ്ട്. മുമ്പ് നമ്മൾ അവിടെ കയറി കഴിച്ചിട്ടുണ്ട്. ഓൾറെഡി പഴയ വീഡിയോസിലെല്ലാം ആ കടയും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണത്തെ വീഡിയോയിൽ അത് കാണിക്കാത്തത്. ഓൾറെഡി കണ്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കുന്നത് ബോറിംഗ് അല്ലേ, അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തത്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേക പാർക്കിംഗ് സ്ഥലവും സൗകര്യമൊന്നുമില്ല. ഇഗ്നീസാണ് വണ്ടി. ഈ വണ്ടി എടുത്തിട്ട് നമ്മുടെ ആദ്യത്തെ ട്രിപ്പാണ്, ഈ വണ്ടിയിലുള്ള ആദ്യത്തെ ട്രിപ്പാണ്. അന്യൻ പാറയുടെ അങ്ങോട്ടൊക്കെയുള്ള റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ റോഡിൻ്റെ ഒരു വശത്ത് സുന്ദരമായ ഒരു നെൽപ്പാടമാണുള്ളത്. ഒരുപാട് ലോങ് സൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന, ഇടയ്ക്ക് വേറെ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് ലോങ് ആയിട്ടുള്ള നെൽപ്പാടമാണ് കാണുന്നത്. ഭയങ്കര ഭംഗിയാണ്. ഇപ്പം വെയിലത്ത് ആ പാടങ്ങളുടെ ആ പുല്ലൊക്കെ നല്ല തിളങ്ങുന്നത് പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ വെയിലത്ത് നമ്മുടെ ആ പാടത്തിലേക്ക് നോക്കുമ്പോഴത്തേന് അതിൽ വെയിലടിച്ചിട്ട് നമ്മുടെ സ്വർണ്ണ കളറിലാണ് ആ പാടത്ത് നെല്ലെല്ലാം വിളഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സൈഡിൽ അതിമനോഹരമായ ദൃശ്യങ്ങളും മറ്റൊരു സൈഡിലായിട്ട് വലിയൊരു പുഴയാണുള്ളത്. അപ്പോൾ പുഴയുടെ ഒരു സൈഡിലായിട്ട് കുറച്ച് ഈ പായലൊക്കെ പിടിച്ച് കയറി കിടപ്പുണ്ട്, കാട് പോലെ. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഫുള്ള് വേസ്റ്റും ആൾക്കാർ കൊണ്ടിട്ട് അങ്ങനെ ഒരു വൃത്തിഹീനമായ ഒരു സാഹചര്യമാണ് ഒരു സൈഡിലുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ വീണ്ടും വേസ്റ്റ് കൊണ്ടിടുമ്പോഴത്തേന് മലിനജലമൊക്കെ ഉണ്ടായി ഒരുപാട് ഇങ്ങനെ കുറച്ച് വൃത്തികേടായി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ അന്യൻപാറയുടെ ലൊക്കേഷനിൽ ഒരു സൈഡിൽ കുറച്ച് വൃത്തികെട്ട സ്ഥലങ്ങളും വൃത്തികേടായിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടയ്ക്കുന്ന ഒരു സ്ഥലവും, വേറൊരു സൈഡിൽ അതിമനോഹരമായ എന്താ പറയുക നെൽപ്പാടമാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇല്ലാത്ത ഒരു സംഭവമാണ് ഒരു സൈഡിലുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് അതുവഴിയാണ് അന്യൻപാറയിലേക്ക് കയറേണ്ടത്. നമുക്ക് അങ്ങോട്ട് പോകാം. പാറയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വലത്തോട്ട് വേറൊരു ചെറിയൊരു പാറയുണ്ട്. ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു സ്പേസ് തന്നെയാണ്. ഇവിടെ നിന്നാലും നമ്മൾ ആ പാടത്തിൻ്റെ ഫുൾ വ്യൂ, അതായത് ആ പാടത്തിനകത്തേക്ക് കുറച്ച് ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പാറയാണത്. അങ്ങോട്ട് പോയാലും നമുക്ക് ഈ പാടത്തിൻ്റെ വ്യൂ കുറച്ച് അടുത്ത് കാണാം. ഭയങ്കര ഭംഗിയാണ്. നല്ല വെയിലുണ്ട്, ഇപ്പോൾ ചൂടുള്ള സമയമാണ്.
ഈ നല്ല വെയിലുള്ള സമയത്ത് ഈ പാടം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതായത് ഇതിൽ നമ്മുടെ വീഡിയോസിൽ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് നമുക്കറിയില്ല. അതായത് ഒരു എന്താ ഭയങ്കര ഒരു തിളക്കം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിന്നാലും നമുക്ക് അന്യൻ പാറയുടെ കുറച്ച് വ്യൂ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷേ ക്ലിയറായിട്ട് ഫുള്ളായിട്ട് കാണണമെങ്കിൽ അപ്പുറത്ത് ആ പാറയിലേക്ക് പോയാലേ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകാൻ. നമ്മുടെ അന്യൻ പാറയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണിത്. അതായത് പല പാറകളിലും പെയിൻറ്റിങ് ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. 1-2 പാറകളിൽ മാത്രമാണ് പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഒരെണ്ണത്തിൽ രജനീകാന്തിൻ്റെ തന്നെ 2 പോസിലുള്ള ഒരു ഹാഫ് സൈസും പിന്നെ ഒരു ഫുൾ സൈസ് ഫോട്ടോയും പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരെണ്ണത്തിൽ MGRൻ്റെ ആണ്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കമലഹാസൻ്റെ ഫോട്ടോയും ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുണ്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട്. പല പാറകളും വൈറ്റ് അടിച്ചിട്ടേക്കുന്നേ ഉള്ളൂ. ഒരെണ്ണം ഏകദേശം ഔട്ടർ മാത്രം വരച്ച് നിർത്തിയിട്ടുണ്ട്. അതാ ഇങ്ങനത്തെ ഒരു പാറയിൽ പഴയ ഫോട്ടോ ഉണ്ട്. ഇത്രയും ഡാമേജ് ആയിട്ടുള്ള, അതായത് ഇത്രയും മങ്ങിയ അവസ്ഥയിലായിരുന്നു ബാക്കി എല്ലാ ഫോട്ടോകളും. ഇപ്പോൾ ബാക്കി അപ്പുറത്തോട്ടുള്ളത് ക്ലിയറായിട്ട് പുതുതായിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇത് MGR ആണെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ശിവാജി ഗണേശനാണെന്ന് നമ്മളെ കൂടെ വന്നവർ തന്നെ പറയുന്നു. അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ചേട്ടാ ഇത് പഴയ ഫോട്ടോ ഉണ്ട് കണ്ടോ ഒരു പാറയിൽ. നമ്മൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഈ അന്യൻ പാറ കാണാൻ. ഇതിൻ്റെ നമ്മൾ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേനൊക്കെ. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സാധനം ഇന്ന് കണ്ടുപിടിച്ചു. അതായത് ഈ രജനീകാന്തിൻ്റെ ഫോട്ടോ വരച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ആ പാറയുടെ പുറക് സൈഡിലായിട്ട് ദൈവത്തിൻ്റെ ഒരു വിഗ്രഹം കൊത്തി വെച്ചിട്ടുണ്ട്. കാണിച്ചത് ഈ പാറയുടെ സൈഡിലായിട്ടാണ് ഒരു വിഗ്രഹം കൊത്തി വെച്ചിരിക്കുന്നത്. കണ്ടോ? ഇതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിയുണ്ട്, ഈ പാറയുടെ സൈഡിൽ കൂടെ. ഇതിൻ്റെ മുകളിൽ കൂടെ, ഇതിൻ്റെ സൈഡിൽ കൂടെ മുകളിലോട്ട് കയറിയാൽ നമുക്ക് റോഡിൻ്റെ വ്യൂ ഫുള്ള് കാണാൻ പറ്റും. ഞാൻ മുമ്പൊരിക്കൽ കയറിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇവിടെ ഈ സൈഡിലാണ്, ഇതാണ് അന്യൻ പാറ. പെയിൻറ്റിങ് എല്ലാം വരുന്ന പാറ വരുന്നത്. നമുക്ക് അങ്ങോട്ട് അധികം സാഹസികത എടുത്ത് കയറാൻ പാടില്ല. ഫുള്ള് ഇതിൻ്റെ ഇടയിലേക്ക് വീണ് പോയാൽ കഷ്ടപ്പാടായിരിക്കും. ഇവിടെ നിന്ന് റോഡിൻ്റെ ഫുള്ള് വ്യൂ കാണാം. അങ്ങറ്റം മുതൽ അതായത് ഇതുവഴി എൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡ് ഫുള്ള് കാണാം നമുക്ക്. ഭയങ്കര വലിയ വ്യൂ ആണ്. ഇത് ആ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേന് ഒരുപാട് ബിൽഡിങ്സിൻ്റെ ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്ത് ഒരുപാട് കാറ്റാടി പാടങ്ങളൊക്കെ ഉണ്ട്. കാറ്റിൻ്റെ ഒരു ശക്തി കുറവായതുകൊണ്ട് പലതും കറങ്ങാൻ നിൽപ്പുണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതുപോലെ ഒരുപാടല്ല, ഇവിടെ മിക്കയിടത്തും ഈ കുപ്പിച്ചില്ല് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതായത് മദ്യപാനം സ്ഥിരമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഇവിടുത്തെ ലോക്കൽസ് ആവാം, ഇല്ലെങ്കിൽ ഇവിടെ സന്ദർശനത്തിന് വരുന്ന ആൾക്കാരാവാം, ആരാണെന്നറിയില്ല. എന്തായാലും ഇവർ മദ്യപിച്ചതിന് ശേഷം എല്ലായിടത്തും ഈ കുപ്പി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളായിട്ടൊക്കെ വരുമ്പോഴത്തേന് അവരെ കാലിൽ ഇതൊന്നും കൊണ്ട് കയറാതെ ശ്രദ്ധിക്കണം. അവരുടെ കാലിൽ മാത്രമല്ല, നമ്മുടെ കാലിലും കൊണ്ട് കയറിയാൽ പ്രശ്നങ്ങളുണ്ടാകും. ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കുപ്പി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇവിടുന്ന് റോപ്പും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതായത് അതിൽ മറ്റേ ഇത് ചങ്ങാടം പോലത്തെ ചങ്ങാടമല്ല, ചാരി കെട്ടിയാണ് പെയിൻറ്റിങ് നടക്കുന്നത്. ഇവിടെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഈ സൈഡിലാണ്, ഈ പാറയിലും ഇതിലുമായിട്ടാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്. നമുക്കിവിടെ നിന്ന് കുറച്ച് ഭാഗം കാണാം പെയിൻറ്റിങ്ങിൻ്റെ.
അപ്പോൾ വന്നിട്ട് അവിടെ അവർ ഫോട്ടോ നമ്മൾ ഞാൻ മാത്രമല്ല കേട്ടോ, കുറേ പേര് കൊണ്ടു കേട്ടോ. ടുട്ടുവിൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു പാറയുടെ മണ്ണിലാണ് കേട്ടോ. പിന്നെ പാറയാണ്. നമ്മൾ ഇപ്പോൾ ഒരു പാറയുടെ മണ്ണിലാണ് കേട്ടോ. ടുട്ട് കയറുന്നുണ്ട്, അവനെ കാണിച്ചു തരാം കേട്ടോ. എടാ എൻ്റെ ക്യാമറ ഇങ്ങോട്ട് വന്നാണ്, അത് എൻ്റെ അച്ഛൻ്റെ ക്യാമറ. ഇവിടെ ചുറ്റൊരു പുൽത്തോട്ടമാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ ഇങ്ങനെ ചുറ്റിങ്ങനെ പുൽത്തോട്ടമാണ് കേട്ടോ. അവിടെ ഒരു പടങ്ങളൊക്കെ കേട്ടോ, ഇങ്ങനെ കുറച്ച് പടങ്ങൾ. പിന്നെ കുറേ അയ്യോ അച്ഛൻ ഇത്ര എടുത്ത് നോക്ക്. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഇവിടെ നമ്മൾ ഇറങ്ങി ഈ റോഡിൽ നിന്ന് കയറുന്ന ഭാഗത്ത് ഇതുപോലെ കമ്പി വെച്ചിട്ട് കണ്ടോ, കുറച്ച് കമ്പി ഇങ്ങനെ നാട്ടി വെച്ചിട്ടുണ്ട്. അതായത് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് കമ്പി വേലി കെട്ടാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനി അപ്പോൾ ടിക്കറ്റ് വയ്ക്കുമോ, അത് സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കുമോ, അഥവാ ടിക്കറ്റ് വെച്ച് ഇനി എനിക്ക് ടൂറിസ്റ്റ് സ്പോട്ടോ അങ്ങനെ എന്തെങ്കിലും വിസിറ്റിങ് ചെറിയ 5 രൂപ ടിക്കറ്റ് 10 രൂപ ടിക്കറ്റ് വെച്ചിട്ടായിരിക്കും ഇനിയൊരു വിസിറ്റ് ഉണ്ടാവുകയോ എന്തോ ആണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ആരും ഷൂട്ടിംഗ് നടക്കുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു കുറച്ച് ലോങ് ഡേയ്സ് ഷൂട്ടിംഗ് ഉണ്ടായിരിക്കാം എന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു ഇനി ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കുമെന്നും എനിക്കറിയില്ല. എന്താണെന്ന് ഇനി നമ്മളിനി ഒരു വരവ് കൂടി വരികയാണെങ്കിൽ അപ്പോഴറിയാൻ പറ്റും. ഇന്ന് കണ്ട അന്നമാരുടെ വീട് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതണം. നമ്മളെ ഇന്നത്തെ അന്നമാരുടെ വീഡിയോ ലൈക്ക് ചെയ്യാറ്. അടുത്ത വീഡിയോ കാണുന്നത് ബൈ.